പ്രത്യേകിച്ച് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ് എപ്പോഴും ഒരു ചാലഞ്ചിങ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സസൈസ് ക്ലാസിഫൈ ചെയ്യുന്നത് ബിയറിംഗ് ഇമ്പാക്ട് ബേസ്ഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി. അതായത് ജോഗിങ്, റണ്ണിങ്. വെയിറ്റ് ബിയറിംഗ് ഇമ്പാക്ട് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് മൊത്തം നമ്മൾ ആ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ബെയർ ചെയ്യണം. അതിന്റെ ഇമ്പാക്ട് നമ്മുടെ ജോയിന്റിൽ, എസ്പെഷ്യലി നീ ജോയിന്റിൽ ഉണ്ടാകുന്ന എക്സസൈസുകളാണ് ഓട്ടം, നടത്തം, അങ്ങനെയുള്ള എക്സസൈസുകൾ. പിന്നെ അതുപോലെ ജമ്പിങ്, സ്കിപ്പിംഗ്, അങ്ങനെ ഏറ്റവും വെയിറ്റ് ബിയർ ചെയ്യാതെ ഇമ്പാക്ട് ഇല്ലാതെ ഏറ്റവും മികച്ച ഒരു എക്സസൈസ് എന്ന് പറയുന്നത് സ്വിമ്മിങ് ആണ്. പിന്നെ സൈക്ലിങ്, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നമ്മൾ എക്സസൈസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഏജ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 3-4 വർഷമൊക്കെ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ, നാട്ടിൻപുറത്തൊക്കെ ലേഡീസ് അത്യാവശ്യം ജിമ്മിൽ പോകാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ കുട്ടികളും, എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും ജിമ്മിൽ പോകുന്നുണ്ട്. അതിന് മുന്നേ ഒന്നും അങ്ങനെ ഞാൻ തടിയില്ലല്ലോ, ഞാൻ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ തന്നെ ജിമ്മിൽ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറെ മുന്നേ ഒക്കെ ഞാൻ എന്നോട് ചോദിക്കും, അതിന് മാത്രമുള്ള തടിയൊന്നും നിങ്ങളില്ലല്ലോ. ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് 1-2 വർഷമായിട്ട്, 2-3 വർഷമായിട്ട് അതൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ വെയിറ്റ് ട്രെയിനിങ് സീനിയർ സിറ്റിസൺ ചെയ്യണോ എന്നുള്ള ഒരു മിത്താണ് പറയുന്നത്. സീനിയർ സിറ്റിസൺ ഷുഡ് നോട്ട് ഡു വെയിറ്റ് ട്രെയിനിങ് എന്നാണ്. പക്ഷെ സീനിയർ സിറ്റിസൺ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. കാരണം ഈ അടുത്ത കാലത്ത് ഞാനൊരു ഫോറിനിലെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു വീഡിയോ കണ്ടത്. അതിൽ പറയുന്നത് ഒരു 65 വയസ്സുള്ള ഒരു അമ്മയുടെ ബോൺ ഡെൻസിറ്റി, സി സ്കോർ എന്നല്ല പറയാം, അതിന്റെ എക്സാക്ട് സി സ്കോർ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു നോർമൽ ഒരാൾക്ക് ഉണ്ടാകുന്നതിനെ കാണും. അവര് കുറച്ച് മാസങ്ങളോളം വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ട് കിട്ടിയതാണ്. അവരുടെ സി സ്കോർ ഭയങ്കര അത്ഭുതകരമായ ഒരു റേഞ്ചിലുണ്ട്. വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ലോവർ ബാക്കിലെ മസിൽസ് സ്ട്രെങ്ത് കുറയുമ്പോൾ അത് കുറച്ച് നമ്മള് ബിൽഡ് ചെയ്യാൻ എന്നാ വേണ്ട വെച്ചാല് ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്ത് കാണിക്കാം. ഒന്നുമില്ല, വെറുതെ കിടക്കുക. ചിലപ്പോ നമ്മള് ഉറങ്ങാൻ പോകുന്ന സമയത്തായിരിക്കും. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ, ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യുക. അതായത് കാല് മടക്കി വെക്കുക, ഹിപ്പ് അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. അപ്പൊ നമ്മൾ ഗ്ലൂട്ട് മസിൽസും ലോവർ ബാക്ക് മസിൽസും സ്ട്രെങ്തൻ ആവും. ഓക്കെ, ഇത് ഡെയിലി അധികമൊന്നും വേണ്ട, ഒരു 15 റിപ്പീറ്റേഷൻ 3 സെറ്റ്സ് ചെയ്താൽ മതി. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് അല്ലേ? ചെയ്യൂലേ അല്ലേ? വെരി ഗുഡ്. എല്ലാരും ഇപ്പം തന്നെ തലയാട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്റെ അടുത്ത് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുകയില്ല. ഓക്കെ, അപ്പൊ ഹിപ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക ഒന്നാമത്തെ. അപ്പൊ ലോവർ ബാക്ക് മസിൽ സ്ട്രെങ്തൻ ആവും. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും വീണ അത് എടുക്കാനും പറ്റും. അവിടെ കുറെ നേരം മുന്നിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്ക് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ആരെയും വന്ന് എണിപ്പിക്കാൻ വെയിറ്റും ചെയ്യണ്ട. അപ്പൊ ലോവർ ബാക്ക് മസിൽസ് നമുക്ക് സ്ട്രെങ്ത് ചെയ്യാം. പിന്നെയുള്ള ഹാംസ്ട്രിങ് മസിൽസ് നമുക്ക് സ്ട്രെങ്ത് ചെയ്യാൻ എന്താ ഉള്ളത്? ഇത് ഞാൻ കാണിക്കുന്ന വെച്ചാല് ഒരു പല ടൈപ്പ് ഓഫ് വർക്കൗട്ട് ഉണ്ട്. അതായത് കുറച്ച് യങ് ആയിട്ടുള്ളവർക്ക്, കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക്, പിന്നെ ചെറിയ കുട്ടികൾക്ക്. ഇവിടെ എല്ലാവരും യങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വർക്കൗട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഹിപ്പ് അപ്പ് ചെയ്യാം, ഡോർസി ഫ്ലെക്ഷൻ ചെയ്യാം, ആംഗിൾ, എന്നിട്ട് മെല്ലെ മെല്ലെ ചെക്സ് വരുത്തിയിട്ട് കാല് മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, എന്നിട്ട് മെല്ലെ ബാക്കോട്ടേക്ക് വരിക. അപ്പൊ എന്താ, ഹാംസ്ട്രിങ്, ലോവർ ബാക്ക്, നമ്മളെ ടിബിയാലിസ് ആന്റീരിയർ മസിൽസ് എല്ലാം ഫോക്കസ് ആയി അല്ലേ? ഇതും ചെയ്യാൻ പറ്റൂലേ? പിന്നെ കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു വർക്കൗട്ടും കൂടി ചെയ്യാം. എന്താണെന്നറിയോ? ലാറ്ററൽ റൈസ്. യെസ്, ലാറ്ററൽ ആയിട്ട് കിടക്കുക, തലേന്റെ അടുത്ത് കൈ വെക്കുക. കൈ നിർബന്ധമായിട്ട് വെക്കണം. എന്താ വെച്ചാല് കൈ വെച്ചില്ലെങ്കിൽ നമ്മൾ കഴുത്ത് ഇങ്ങനെ ഫ്ലെക്ഷൻ ആവും. അപ്പോ കുറച്ച് കഴിയുമ്പോൾ നെക്ക് പെയിൻ വരാൻ തുടങ്ങും. അതുകൊണ്ട് കൈ വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഒരു തലാണി പോലെ ആയില്ലേ. എന്നിട്ട് നമ്മള് അതിനുശേഷം നമ്മളെ ഹിപ്പ് ആക്ഷൻ റൊട്ടേഷൻ ചെയ്യാം, എന്നിട്ട് റേസ് ചെയ്യാം. യെസ്, ഗുഡ്. സ്ലോലി. ഇതും ഒരു 15x3 അങ്ങ് ചെയ്താണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ എന്താ, അവിടെ വീണ്ടും മസിൽ സ്ട്രെങ്ത് ആയി. അപ്പൊ ഈ 2 വർക്കൗട്ട് ഏതൊക്കെ? ഒന്നാമത്തെ ഗ്ലൂട്ട് ബ്രിഡ്ജ്, രണ്ടാമത്തെ ലാറ്ററൽ ലെഗ് റൈസ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ രാവിലെ എണിച്ചപ്പാണ് എന്താ ചെയ്യാൻ പറ്റുക? സ്ട്രെച്ചിങ് ചെയ്യണം അല്ലെ? സ്ട്രെച്ചിങ്ങിന് വേറെ ഒന്നുമില്ല, ജസ്റ്റ് 2 കൈ ഇങ്ങോട്ടേക്ക് വെക്കുക, മെല്ലെ മുമ്പോട്ടേക്ക് പോവാ, ബാക്കോട്ടേക്ക് വരിക, വീണ്ടും മുമ്പോട്ട് പോവാ, ബാക്കോട്ട് വരിക. നമ്മളെ ട്രെയിനിങ്ങിന്റെ അതിൽ നമ്മൾ പറയുന്നതിന്റെ പേര് ഗുഡ് മോർണിംഗ് എന്ന് പറയും. രാവിലെ സ്ട്രെച്ചിങ്, ബാക്കോട്ടേക്കും ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ചെയ്യാം. അപ്പൊ എന്താ, ഹാംസ്ട്രിങ്ങും ലോവർ ബാക്കും അവിടെ സ്ട്രെച്ച് ആയി. അതിനുശേഷം ഒരു കാലം മുമ്പോട്ടേക്ക് വെക്കുക, എന്നിട്ട് മെല്ലെ 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 താഴോട്ടേക്ക് പോവുക.
ഓക്കെ, വേണ്ടവർക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, അഗെയിൻ രണ്ടാമത്തെ കാല് മെല്ലെ മെല്ലെ മുമ്പോട്ട്. പിന്നെ ചുമ്മാ രണ്ട് കൈയും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം കാല് ഡോർസി ഫ്ലെക്ഷനിലേക്ക് വരിക, ആംഗിൾ ചെറുതായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ട്വിസ്റ്റും കൂടി ചെയ്യുക. അപ്പൊ സ്ട്രെച്ച് ആയി, രണ്ട് സ്ട്രെച്ച് ആയി. പിന്നെ ഉള്ളത് ചെറുതായിട്ട് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുക ഈടെ ഒരാളുണ്ട്, ഈടെ ഒരാളുണ്ട്. കൈ ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് 1 2 3 4 ഇതേപോലെ സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇതിനെ ഡൈനാമിക് സ്ട്രെച്ച് എന്നാ പറയാ. ഡൈനാമിക് മീൻസ് A to B, അതായത് മൂവ് ചെയ്തുകൊണ്ടുള്ള സ്ട്രെച്ചസിനെയാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയാ. അതേപോലെ നമ്മളിപ്പോ കോബ്ര സർ കാണിച്ചു കൊടുത്തു. കോബ്ര ഇത് ആന്റിയർ മസിൽസ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് സ്റ്റാറ്റിക് ആണ്, അതായത് അവിടെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് നിൽക്കാൻ പറ്റുവാണെങ്കിൽ അത്രക്കും നല്ലത്. അതേപോലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ബേബി പോസ്. സർ ഒന്ന് കാണിച്ചു കൊടുത്തേ. പീഡിയാട്രീഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത്. സോ ഇതിനെ ബേബി പോസ് എന്ന് പറയും. ഈ സംഭവം സർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ. കോബ്ര സ്ട്രെച്ച് ആൻഡ് ബേബി പോസ്. ഈ രണ്ട് സൂര്യ നമസ്കാരത്തിൽ പെട്ടതാണ്. അതെ അതെ, അങ്ങനെയും ചെയ്യാം, ഇതും ചെയ്യാം. അതെ അതെ, അത് ഇങ്ങനെ കളരിന്റെ 2 സ്റ്റെപ്പ് ഒക്കെ ഇല്ലേ? അതെ. അപ്പോ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ സാറേ രണ്ടാണല്ലോ, യോഗ വേറെയാണ്, സെയിം ബട്ട് പേര് ഡിഫറെന്റ്. സർ കാല് മുമ്പോട്ട് വെക്കുക. എന്നിട്ട് ഒരു കുപ്പിയാറ്റം ഈ സെന്ററിൽ വെക്കുക. എന്നിട്ട് ഒരു കാല് അപ്പുറത്ത് ഒരു കാല് ഇപ്പുറത്ത്. സാറേ കോർണർ. യെസ്, വെരി ഗുഡ്. രണ്ട് കാലം ഇങ്ങോട്ട് എടുത്തോ. വെരി ഗുഡ്. ഒരു കാലം അങ്ങോട്ടേക്ക്, തിരിച്ചാ കാലം അങ്ങോട്ടേക്ക്. യെസ്. ഇത് ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ ബേസിക് ആയിട്ടുള്ള വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്. അധികമായിട്ട് മൈൻഡ് ഒന്നും യൂസ് ചെയ്യണ്ട, വർക്കൗട്ട് എന്താണെന്നൊന്നും നോക്കണ്ട, വെറുതെ ഇരിക്കുക. TV നോക്കുന്ന സമയത്ത് ഇത് ചെയ്യുക. വേറെ എന്തെങ്കിലും ഇപ്പൊ അതായത് സോഫേന്റെ മേലെ ഇരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കോർണർ കുറച്ച് എൻഗേജ് ചെയ്യണം. ഇത് സോഫയാണ്. അപ്പൊ എന്താ ചെയ്യാ, കുറച്ച് ബാക്കോട്ട് ചാരുക, സോഫേന്റെ തറ്റത്ത് വരിക, വീഴാതിരിക്കുക. രണ്ട് കൈയും ബാക്കോട്ട് വെച്ചിട്ട് ജസ്റ്റ് ടേൺ ചെയ്യാം. അതെന്താ നമ്മൾ ആക്ഷൻ കോർണർ ഒക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങും അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് എണീക്കാം. മാം ഇരിക്കാം പ്ലീസ്. താങ്ക് യു. ഓക്കെ, ഇരിക്കുക, എണിക്കുക, ഇരിക്കുക, എണിക്കുക. ഇപ്പൊ ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സസൈസ് ഇതാണ് അല്ല സാറേ, സ്ക്വാട്സ്. അപ്പോ ഇതിനെ നമ്മൾ സ്ക്വാട്ട് എന്ന് പറയും. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പലരും വലിയ ബാറെല്ലാം വെച്ച് 2 ഡംബിൾസ് എല്ലാം വെച്ച് പ്ലേറ്റ് എല്ലാം ലോഡ് ചെയ്തിട്ട് നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്നില്ലേ? ഈ സെയിം സംഭവം തന്നെയാണ് ഇത്. ഒന്നുമില്ല, നമ്മൾ ഏതെങ്കിലും ഇരിക്കുക, ചെസ്റ്റ് അപ്പ് ചെയ്യുക, ലുക്ക് സ്ട്രേറ്റ്, എണിക്കുക, ഇരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചെറുതായിട്ട് നമുക്കൊന്ന് ആറോബിക്സ് ചെയ്താലോ? ആരവാ സുബോ, വെരി ഗുഡ് സാർ. ഹലോ, കൈതാട്ടെ, വെരി ഗുഡ്. ഷോൾഡർ റൊട്ടേറ്റ്, ശാബാഷ്. വെരി ഗുഡ്. യെസ്. വീട്ടിൽ നിന്ന് ഏതെങ്കിലും നല്ല പാട്ട് വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി. ഓക്കെ, ശാബാഷ്. ഒന്നുകൂടി, കമാൻ വിജയ്. Choosing your path, pick yourself up and dust yourself off and back in the side. Back. You're on the front line, everyone's watching. Superb. You rotate. You know it's serious, we're getting closer, this isn't over.
The pressure's on, you feel it, but you got it all. Believe it. വെരി ഗുഡ്. Cause this is Africa. ഒരു കാലം തന്നെ, ഒരു കാലം തന്നെ, പെർഫെക്റ്റ്. ഒരു കാലം തന്നെ. വെരി ഗുഡ് മാം, വെരി ഗുഡ്. വെയിറ്റ് ട്രെയിനിങ്ങിനെ പറ്റി അധികം ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് 2 ഡംബിൾസ് ഉണ്ടായാൽ മതി. ഈ 2 ഡംബിൾസിനെ കൊണ്ടാണ് നമ്മൾ പല റിസൾട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്ര വലിയ ഡംബിൾസ് എടുക്കണമെന്നില്ല, ചെറിയ ഡംബിൾ മതി. ബൈസെപ്സ് കേൾ, ടേൺ, ഷോൾഡർ പ്രസ്, ഡൗൺ, ഹാമർ കേൾ. നമ്മൾ ഫസ്റ്റ് ചെയ്ത സാധനം സ്ക്വാട്സ്. ഇതൊരു സൂപ്പർ സെറ്റാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ട് ഒരാളാണ്. അയാളുടെ പേര് അർജുൻ KK എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ തന്നെ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഫസ്റ്റത്തെ ബൈസെപ്സ് കേൾ, ഷോൾഡർ പ്രസ്, ഡൗൺ, ഹാമർ കേൾ, സ്ക്വാട്സ്. ഇത് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഒന്ന് ചെറുതായിട്ടുള്ള മസിൽ സ്ട്രെങ്ത് പ്ലസ് ആറോബിക് ഇതും കൂടി ചെയ്താൽ മതി. ഒരു ഹാഫ് ആൻ അവർ അതിന്റെ ഉള്ളിൽ നമുക്ക് ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ പറ്റും. 2 ഡംബിൾസ്. വാർത്തകൾ വരുന്നത് ശ്രദ്ധിച്ചില്ലേ? ഇപ്പൊ തെരുവ് നായ ഇറങ്ങിയ പിന്നെ എല്ലാവരും തെരുവ് നായ ആയിരിക്കും. തെരുവ് നായ കടി ഇന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. അതൊരു കൃത്യമായ ഇടവേളയിൽ നിന്ന് ആൾക്കാരെ കടിക്കുന്നുണ്ട്. പക്ഷെ വാർത്ത വരുമ്പോൾ എപ്പോഴും അവിടെ ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും തെരുവ് നായ കടി. അതേപോലെ ജിമ്മിൽ ഒരാൾ കുഴഞ്ഞു വീണെന്നില്ല, ജിമ്മിൽ കുഴഞ്ഞു വീണാലേ വാർത്തയുള്ളൂ. ഒരു കച്ചവടക്കാരൻ കുഴഞ്ഞു വീണാ വാർത്തയില്ല. കച്ചവടക്കാരൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് എസ്പെഷ്യലി 35 എബോളുള്ള ആൾക്കാർ ഒരു ECG എടുക്കാതെ ജിമ്മിൽ പോകാൻ പാടില്ല. ഞാൻ എന്താ പറഞ്ഞ പോയിന്റ്, നിങ്ങൾ പറഞ്ഞ കച്ചവടക്കാരൻ മരികളൊക്കെ ഉണ്ടാവില്ല പോയിന്റ്. അതേപോലെ തന്നെ ജിം ട്രെയിനർമാർക്ക് മുഴുവൻ BLS ട്രെയിനിങ് ഇല്ലാത്ത ആളുകളെ അത് മാൻഡേറ്ററി ആക്കാൻ പോകുന്നത് ഗവൺമെന്റ്. ഇപ്പോൾ നല്ല ക്ലാസ് ആണ്, ഉഷാറായിട്ട് ഇതാണ്. പക്ഷെ നിങ്ങൾ ഒരു അരമണിക്കൂർ നേരെങ്കിലും എന്തുകൊണ്ടായിരിക്കും 6 മാസം മാത്രം CPR സർട്ടിഫിക്കറ്റിന് വാലിഡ്? അല്ലല്ല, നമ്മൾ എപ്പോഴും ഡെയിലി ലൈഫിൽ എപ്പോഴും CPR ചെയ്യില്ല, നമ്മൾ മറന്നു പോകും. സാറ് ചെയ്യണ്ടോ? സാറിന് ചിലപ്പോ വെയിറ്റ് 1.5 കിലോ ആക്കാം, അല്ലെങ്കിൽ 10 റെപ്പ് ഒരു 15 റെപ്പ് ആക്കാം, അല്ലെങ്കിൽ അവരെ കോൺട്രാക്ഷന്റെ സ്പീഡ് കൂട്ടാം, അല്ലെങ്കിൽ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാം. ഇത്രയും 4 ഘടകങ്ങളാണ് പ്രോഗ്രസീവ് ഓവർലോഡ്. കാരണം ഞാനിപ്പോ ഇങ്ങനെയാണ് സ്ക്വാട്ട് ചെയ്യുന്നതെങ്കിൽ നാളെ ഞാൻ എന്റെ ക്ലയന്റിനെ ഫുൾ ഇരുത്തിയിട്ട് സ്ക്വാട്ട് ചെയ്യും. അത് പ്രോഗ്രസീവ് ഓവർലോഡാണ്. അപ്പൊ അങ്ങനെയാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആരും നമ്മളെ ക്ലയന്റിനെ ഇങ്ങനെ ചെയ്യിക്കാറില്ല. പിന്നെ സാറ് പറഞ്ഞ എല്ലാ ഡൗട്ടും നമ്മൾ CPR പിന്നെ വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓസ്ട്രേലിയൻ ലൈഫ് സേവിങ് അക്കാദമി എന്നാണ് എനിക്ക് CPR-ഉം AED കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ പിന്നീട് അത് റിന്യൂ ചെയ്തിട്ടില്ല. പക്ഷെ അവർ പറയുന്ന എപ്പോഴും 6 മാസത്തേക്ക് അവർ കൊടുക്കാറുള്ളൂ. അവർ പറയുന്നത് വെച്ചാൽ എനിക്ക് ട്രെയിനിങ് എന്ന ആളെന്നെ പറഞ്ഞ അയാൾ ത്രൂ ഔട്ട് ലൈഫിൽ അയാൾ 2 പ്രാവശ്യം CPR കൊടുക്കും. കാരണം നമുക്ക് ഡോക്ടേഴ്സിന് ഡോക്ടേഴ്സ് അതുണ്ടാവും. പക്ഷെ ഡെയിലി ലൈഫിൽ ഒരാൾ ഒരിക്കലും CPR കൊടുക്കേണ്ട സിറ്റുവേഷൻ വളരെ വരുകയില്ല, വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആയിരിക്കാം മേഡം, അത് മെഡിക്കൽ സൈഡാണ്. കാരണം നമ്മൾ ട്രെയിനർ ധനലക്ഷ്മി മേഡം.